പണ്ടൊരു കാട്ടിൽ മിടുക്കനായ ഒരു കരടി ജീവിച്ചിരുന്നു. അവനെന്നും ക്ഷാമകാലത്തേക്ക് വേണ്ടി തേൻ ശേഖരിച്ചു വെക്കുമായിരുന്നു. അങ്ങനെ അന്നും പതിവ് പോലെ അവൻ തേൻ ശേഖരിക്കാൻ പോയി. അപ്പോഴാണ് അതുവഴി തന്റെ സുഹൃത്തായ തേനീച്ച പറന്നു വന്നത്. പിന്നല്ലാതെ എനിക്ക് പറഞ്ഞു തന്ന പോലെ ഞാനിപ്പോൾ ഇന്നും തേൻ ശേഖരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ പട്ടിണി എടുക്കേണ്ടി വന്നിട്ടില്ല. നീ വരുന്നു എന്റെ കൂടെ? ഇതും പറഞ്ഞവർ രണ്ടുപേരും പിരിഞ്ഞു. കുറഞ്ഞ സമയത്തിന് ശേഷം മാനമിരുണ്ടു. തേനെടുക്കാൻ പോയ കരടിക്കുട്ടൻ സമയം പോയതറിഞ്ഞില്ല. അവൻ കുടത്തിൽ നിറയെ തേനുമായി വീട്ടിലേക്ക് വേഗം നടന്നു. നല്ല മഴ വരുന്നുണ്ട്, വേഗം നടക്കാം. എന്നായെങ്കിൽ നല്ല അടിപൊളി സ്വർണ്ണ നിറത്തിലുള്ള തേനാണ് കിട്ടിയതും. പെട്ടെന്നാണ് വലിയ കാറ്റ് വീശിയതും ഇടിമിന്നലടിച്ചതും. എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കയറി നിൽക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ മഴ നനഞ്ഞ് ഞാൻ ഇഷ്ടപ്പെട്ട് ശേഖരിച്ചതിന്റെ തേനൊക്കെ വെള്ളത്തിലാവും. തേൻകുടവുമായി നമ്മുടെ കരടിക്കുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് കയറി നിൽക്കാൻ ഒരു സ്ഥലം നോക്കി. പെട്ടെന്നാണ് ദൂരെ ഒരു ഗുഹ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു ഗുഹയല്ലേ അത്? വേഗം തന്നെ അതിനുള്ളിൽ കയറിക്കൂടാം. മഴ തോന്നിട്ട് ഈ വീട്ടിൽ പോകാം. കരടിക്കുട്ടൻ വേഗം തന്നെ ഗുഹയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി. ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയതും കരടിക്കുട്ടൻ പേടിച്ചു പോയി. നമ്മുടെ കരടിക്കുട്ടൻ അറിയാതെ കയറിയത് ഒരു സിംഹത്തിന്റെ ഗുഹയിലേക്കായിരുന്നു. നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? എന്താ മഴ അല്ലേ? അതെ, മഴ, വിശപ്പ്, കരടി. ആഹാ, അന്തസ്. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ മഴ പെയ്തപ്പോൾ അറിയാതെ ഓടിക്കയറിയതാണ്. നിങ്ങളുടെ ഗുഹ എന്ന് അറിഞ്ഞില്ല. ഗുഹയിലേക്ക് വരുന്ന അതിഥികളെ ഞങ്ങളൊന്നും ചെയ്യാറില്ല അല്ലേ? അതെ, അവർ നേരെ വന്ന് സിംഹരാജാവിന് മുന്നിൽ ഇരുന്നു കൊടുക്കാറാണ് പതിവ്. ഒരുപാട് നാളായി ഒരു മുട്ടൻ കരടിയെ ശാപ്പിട്ടിട്ട്. അതെ അതെ, എന്നാൽ ഇവനെ അങ്ങോട്ട് ശരിപ്പെടുത്തുകയല്ലേ? നിൽക്ക്, എന്താ നിന്റെ കയ്യിലുള്ള കുടത്തിൽ? സിംഹരാജാവിന്റെ ഈ ചോദ്യം കേട്ടപ്പോൾ മിടുക്കനായ കരടിക്കുട്ടന് ഒരു ബുദ്ധി തോന്നി. പ്രഭു, വേറെ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താണ്? വേഗം പറയൂ. അത് ഈ കുറുക്കനും ചെന്നായും ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞത് കേട്ടില്ലേ? രണ്ടാളും പുറത്തു പോകൂ. പ്രഭു, പുറത്തു നല്ല മഴയാണ്. ഞങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ പോരെ? പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ... പറയൂ, നിനക്കെന്താണ് പറയാനുള്ളത്? പ്രഭു, ഇതൊരു മാജിക് തേനാണ്. എന്റെ മുൻമുത്തശ്ശി നാട്ടിലേക്കാൾ ആയുർവേദ മരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്ത് മാജിക്? എന്താണ് ഈ തേനിന്റെ പ്രത്യേകത? കേൾക്കട്ടെ. ഈ തേൻ ആര് കുടിക്കുന്നോ അവർക്ക് ഈ കാട്ടിലെ ഏറ്റവും വലിയ ശക്തിയുള്ളതാവാം. അല്ലാതെ അവർക്ക് മരണമില്ല. എല്ലാ കാലത്തും ഒരുപോലെ പ്രായമാവാതെ നിൽക്കും. അത് കൊള്ളാമല്ലോ. എന്നാൽ ഈ കാട്ടിലെ രാജാവായ ഞാൻ തന്നെയാണ് ആ തേൻ കുടിക്കേണ്ടത്. അത് എനിക്ക് തന്നേക്ക്. അയ്യോ പ്രഭു, ഇത് അങ്ങനെ കുടിക്കാൻ പറ്റില്ല. പിന്നെ? വെറുതെ ഈ തേൻ മാത്രം കുടിച്ചാൽ ഇതിലെ മാജിക് ഗുണം ചെയ്യില്ല. അതിനൊരു കാര്യം കൂടി ചെയ്യണം. എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം? ഒരു ചെന്നായുടെ വാൽ കൂടി ഇതിലിട്ട് തിളപ്പിച്ച് കഴിക്കണം. എന്നാലേ ഇതിന്റെ ഗുണം അനുഭവിക്കാൻ കഴിയൂ. എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ ചെന്നായുടെ വാൽ? ഇതുകൊണ്ട് അമ്മ തന്നെ ഈ തേനെടുത്തോളൂ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ചെന്നായ. മന്ത്രി, ചെന്നായോട് വേഗം വരാൻ പറയൂ. അയ്യോ, എന്റെ വാൽ ഞാൻ തരൂല. മന്ത്രി വിളിച്ചത് കേട്ടില്ലേ? ചെന്നായോട് വേഗം വരാൻ പറയൂ. ദാ വരുന്നു പ്രഭു.
അവർ രണ്ടുപേരും പേടിച്ച് വിറച്ച് രാജാവിനെ കാണാൻ പോയി. എനിക്ക് നിങ്ങളുടെ വാൽ വേണം. ഇല്ല, ഞാൻ തരില്ല. ഇത് പറഞ്ഞ് ചെന്നായ ഓടി. മന്ത്രി, ഞാൻ അവനെ പിടിക്കാൻ പോവുകയാണ്. അതുവരെ ഈ കരടിയെ നോക്കണം. ഇതവന്റെ ബുദ്ധിയാണെങ്കിൽ അവനെ നമുക്ക് ഒരുമിച്ച് ശരിപ്പെടുത്താം. ഇതും പറഞ്ഞ് സിംഹം ചെന്നായയെ പിടിക്കാൻ പോയി. അങ്ങനെ ഗുഹയ്ക്കുള്ളിൽ കരടിയും കുറുക്കനും മാത്രമായി. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. എന്ത് കാര്യം? അത് നിങ്ങളോട് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് വേഗം സിംഹരാജാവിനെ വിളിച്ചു കൊണ്ടുവരുമോ? അയ്യടാ, നിന്റെ ഐഡിയ മനസ്സിലിരിക്കട്ടെ. ഞാൻ സിംഹരാജാവിനെ വിളിക്കാൻ പോകുന്ന തക്കം നോക്കി നിനക്ക് രക്ഷപ്പെടാനല്ലേ. അതെന്റെ അടുത്ത് നടക്കില്ല മോനെ. അയ്യോ, അതല്ല. ദേവനെ ശക്തി ലഭിക്കാൻ ചെന്നായുടെ വാൽ മാത്രം പോരാ. പിന്നെ വേറെ എന്താണ് വേണ്ടത്? അത് പറഞ്ഞാൽ നീയൊന്നും ചെയ്യരുതേ. ഇല്ല, നീ പറ. നിന്നെ നോക്കാൻ ഏൽപ്പിച്ച മഹാരാജാവ് പോയത്. സിംഹരാജാവ് വരുമ്പോൾ നിന്നെ ശരിയാക്കിയത് കണ്ടാൽ മൂപ്പർ എന്നെ ശരിയാക്കും. നീ കാര്യം പറ. അത് പിന്നെ ചെന്നായുടെ വാലിന്റെ കൂടെ ഒരു കുറുക്കന്റെ വാലും ചേർത്ത് വേണം തേൻ തിളപ്പിച്ച് കഴിക്കാൻ. എന്നാലേ ഈ തേനിന്റെ ശക്തി ഫലിക്കൂ. ദൈവമേ, നീ എന്നോട് പറഞ്ഞത് പറഞ്ഞു. ഇത് നീ ആ വട്ടൻ രാജാവിനോട് പറയല്ലേ. പറയാതെ പിന്നെ മാന്ത്രിക തേനിന്റെ ശക്തി ഫലിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ ശരിയാകില്ലേ രാജാവ്? ആ രാജാവ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ കാശിക്ക് പോയെന്ന് പറഞ്ഞേക്ക്. അങ്ങനെ മഴ മാറി കരടി തന്റെ തേനുമായി വീട്ടിലേക്ക് പോയി. മിടുക്കനായ കരടിക്ക് അവസരോചിതമായ ഇടപെടൽ കാരണം സ്വന്തം ജീവൻ തിരിച്ചു കിട്ടി. ജീവിതത്തിൽ പേടിക്കാതെ മുന്നേറുക. ഞാൻ ഫസ്റ്റ്. ഓ, പതുക്കെ വന്നോ കുറുമ്പൻ. ഞങ്ങൾക്ക് മുമ്പേ മുത്തശ്ശീന്റെ കഥ കേൾക്കണം എന്ന് പറഞ്ഞ ഓടി വന്നതായി കുറുമ്പ്. ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ആവുന്ന്. മോൻ ഇന്ന് ആരുടെ കഥയാണ് കേൾക്കേണ്ടത്? എനിക്ക് മയിലിന്റെ കഥ കേൾക്കണം. എന്നാൽ ഇന്ന് ഒരു മുയലിന്റെ കഥ തന്നെ ആവട്ടെ. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ മിടുക്കിയായ ഒരു മുയൽ താമസിച്ചിരുന്നു. അവൾക്ക് ആ കാട്ടിൽ ഒരുപാട് കൂട്ടുകാരും ഉണ്ടായിരുന്നു. മറ്റു മുയൽ കുഞ്ഞുങ്ങളെല്ലാം മൊബൈലിൽ കളിച്ചോ സിനിമ കണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ മുയൽക്കുട്ടി മാത്രം കാട്ടിലൂടെ കറങ്ങി നടന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ ഫോൺ ഓഫ് ചെയ്ത് കാട്ടിലേക്ക് നടക്കാനിറങ്ങി. പഴങ്ങൾ പറിച്ചു കഴിച്ചും കാടിന്റെ ഭംഗി ആസ്വദിച്ചും അങ്ങനെ കറങ്ങി നടന്നു. പെട്ടെന്ന് അവളുടെ മുന്നിലൂടെ ഒരു ജീവി സ്പീഡിൽ പോയി. അവൾ ആകെ പേടിച്ച് വിറച്ച് കുറ്റിക്കാട്ടിൽ ഒളിച്ചു. അയ്യോ പാവം. എന്നിട്ട് അവൾ തളർന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ അവൾക്കും ആകാംക്ഷയായി എന്താണതെന്ന് കണ്ടുപിടിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായോ അതെന്ത് ജീവിയാണെന്ന്? ഇല്ല മുത്തശ്ശി, എന്ത് ജീവിയത്? കടുവ? അല്ല. ബാക്കി പറ മുത്തശ്ശി. അതെന്ത് ജീവിയാണെന്നറിയാൻ അവൾ ഒരു സൂത്രം ഒപ്പിച്ചു. അവൾ അവളുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കാൻ നോക്കി. പക്ഷെ ഫോണിൽ അതിന്റെ ഒരു പൊടി പോലും കണ്ടില്ല. പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്നൊരു ശബ്ദം. നീ ആരാണ്? എന്തിനാണ് എന്റെ ഫോട്ടോ എടുക്കുന്നത്? നീ പേടിച്ചു തിരിഞ്ഞു നോക്കി. അപ്പോൾ അതാ സുന്ദരനായ ഒരു മാൻ നെഞ്ചും വിരിച്ചു നിൽക്കുന്നു. നമസ്കാരം ചേട്ടാ.
ചേട്ടൻ എന്ത് വേഗത്തിലാണ് ഓടുന്നത്. ഇത്രയും വേഗത്തിൽ ഓടുന്ന ആളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണമെന്ന് മുയലിന്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ആദ്യമായിട്ടാണ് ആരെങ്കിലും മാനിനെ അഭിനന്ദിക്കുന്നത്. മാനിനത് വളരെ സന്തോഷമായി. അവർ രണ്ടുപേരും കൂട്ടുകാരെ. അപ്പോൾ മുയൽ ചോദിച്ചു, ചേട്ടാ ചേട്ടാ ചേട്ടൻ എന്നെയും ഓടാൻ പഠിപ്പിക്കുമോ? അതിനെന്താ, പഠിപ്പിക്കാമല്ലോ. മാൻ മുയലിനെ വേഗത്തിൽ ഓടാൻ പഠിപ്പിച്ചു തുടങ്ങി. ആദ്യത്തെ പല ശ്രമങ്ങളിലും മുയൽ പരാജയപ്പെട്ടു. പലതിലും തടഞ്ഞു വീണു. മുയലിന് സങ്കടമായി. പക്ഷെ അവൾ തളർന്നില്ല. അങ്ങനെ അവസാനം മാനും മുയലും ഒപ്പത്തിനൊപ്പം എത്തി. അവർ പരസ്പരം ഒരു സെൽഫി എടുത്തു. മാനിനോട് യാത്ര പറഞ്ഞ് മുയൽ സ്വന്തം മാളത്തിലേക്ക് പുറപ്പെട്ടു. മാളത്തിലെത്തിയപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, നീ എവിടെ പോയതാ? നടന്നതെല്ലാം മുയൽ പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർ അവളെ കളിയാക്കി. അയ്യോ, മാനിനെ പോലെ നീ ഓടിയെന്നോ? പുളു അടിക്കാതെ അങ്ങനെയൊന്നും നമ്മൾ മുയലുകൾക്ക് ഓടാൻ കഴിയില്ല. അപ്പോൾ മുയൽ പറഞ്ഞു. എല്ലാവരിലും നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്. കൂട്ടുകാർ വീണ്ടും കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉവ്വ്. അവസാനം നിന്നെ തിരഞ്ഞ് ഞങ്ങൾ ഒരു ആംബുലൻസുമായി വരേണ്ടി വരും. അതൊന്നും കാര്യമാക്കാതെ മുയൽ പോയി സുഖമായി ഉറങ്ങി. അടുത്ത ദിവസം മുയൽ വീണ്ടും യാത്ര തുടർന്നു. തവണ അവൾ കണ്ടുമുട്ടിയതൊരു തവളയായിരുന്നു. തവള കുളത്തിൽ ചാടി ചാടി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ മുയൽ വിളിച്ചു പറഞ്ഞു. ഏയ് ചെങ്ങാതി. തവള കേട്ട ഭാവം പോലും കാണിച്ചില്ല. മുയൽ വീണ്ടും പറഞ്ഞു. നിങ്ങളെ പോലെ ഇത്രയും നല്ല ഒരു അഭ്യാസിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ തവളയ്ക്ക് സന്തോഷമായി. രണ്ട് വലിയ ചാട്ടം ചാടി തവള മുയലിന്റെ അടുത്തെത്തി. നീ ആരാണ്? ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അവർ പരിചയപ്പെട്ടു. തവള തന്റെ വീര കഥകൾ മുയലിനോട് പറഞ്ഞു. പാമ്പുകളെ പറ്റിച്ചു രക്ഷപ്പെട്ട കഥയും മുങ്ങാങ്കുഴി ഇട്ടു പോയതും അങ്ങനെ ഒരുപാട് കഥകൾ മുയലെല്ലാം കേട്ടിരുന്നു. അവസാനം മുയൽ ചോദിച്ചു, എന്നെയും പഠിപ്പിക്കാമോ ഇതെല്ലാം? തവള സന്തോഷത്തോടെ സമ്മതിച്ചു. അവൾ മുയലിനെ ചാട്ടം പഠിപ്പിക്കാൻ തുടങ്ങി. ആദ്യത്തെ പല ശ്രമങ്ങളിലും മുയൽ പരാജയപ്പെട്ടു. പലതിലും തടഞ്ഞു വെള്ളത്തിലും വീണു. മുയലിന് സങ്കടമായി. പക്ഷെ അവൾ തളർന്നില്ല. അങ്ങനെ അവസാനം തവളയുടെ കൂടെ മുയലും ചാടി ചാടി ഒപ്പത്തിനൊപ്പം എത്തി. മാളത്തിലേക്ക് പോകും മുമ്പേ മുയൽ നല്ലൊരു ചാട്ടക്കാരിയായി മാറിയിരുന്നു. അവർ പരസ്പരം ഒരു സെൽഫി എടുത്തു. തവളയോട് നന്ദി പറഞ്ഞ് മുയൽ തന്റെ മാളത്തിലേക്ക് യാത്രയായി. അങ്ങനെ ഓരോ ദിവസവും മുയൽ ഓരോ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ കാട്ടിലെത്തി. ഒരുപാട് മൃഗങ്ങൾ വേട്ടക്കാരന്റെ കയ്യിൽ പെട്ടു. ഒടുവിൽ അയാൾ നമ്മുടെ മുയലും കൂട്ടുകാരും താമസിച്ചിരുന്ന മാളത്തിന്റെ അടുത്തും എത്തി. കൂട്ടുകാരെല്ലാം പരക്കം പാഞ്ഞു ഓടിയെങ്കിലും നമ്മുടെ മുയലിനൊരു സൂത്രം തോന്നി. അവൾ വേട്ടക്കാരന്റെ മുൻപിൽ ഞൊണ്ടി നടന്നു. വേട്ടക്കാരൻ വിചാരിച്ചു, ഓടാൻ വയ്യാത്തൊരു മുയൽ, ഇതിനെ വേഗം പിടിക്കാം. വേട്ടക്കാരൻ അടുത്തെത്തിയതും മുയൽ കുതിച്ചു പാഞ്ഞു. വേട്ടക്കാരൻ വാശിയായി. അയാൾ പുറകെ ഓടി. പക്ഷെ മാനിനെ പോലെ ഓടുന്ന മുയലിനെ പിടിക്കാനുണ്ടോ വേട്ടക്കാരന് പറ്റുന്നു? ഒടുവിൽ ഓടി ഒരു വലിയ കുളത്തിന്റെ തീരത്തെത്തി. വേട്ടക്കാരന് സന്തോഷമായി. ഇനി നീ എങ്ങനെ ഓടും? എനിക്കൊന്ന് കാണണമല്ലോ. മുയലിന്റെ ദേഹത്തേക്ക് വേട്ടക്കാരൻ ചാടി വീണു. മുയലാകട്ടെ കുളത്തിലേക്ക് എടുത്തു ചാടി ആമ്പലിന്റെ മുകളിൽ പോയിരുന്നു. വേട്ടക്കാരൻ പിറകെ ചാടി. മുയൽ ആമ്പലിലകളിന്മേൽ ചാടി ചാടി കരയിൽ പോയിരുന്നു. വേട്ടക്കാരൻ കുളത്തിലെ വെള്ളത്തിൽ വീണ് കിടന്നു. മുയലിന്റെ കൂട്ടുകാരനായ തവളയും ആ കുളത്തിലെ മീനുകളും ചേർന്ന് വേട്ടക്കാരനെ കടിച്ച് ശരിപ്പെടുത്തി. വേട്ടക്കാരൻ ജീവനും കൊണ്ടോടി. പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വന്നില്ല. എല്ലാവരെയും രക്ഷിച്ച മുയലിനെ ആ കാട്ടിലെ മുയലുകളുടെ നേതാവാക്കി. ആ മിടുക്കിയായ മുയൽ വീണ്ടും ഓരോന്ന് പഠിച്ചും മറ്റുള്ളവർക്ക് തനിക്ക് അറിയാവുന്നത് പറഞ്ഞു കൊടുത്തും കാട്ടിൽ ചുറ്റി നടന്നു. എല്ലാ മൃഗങ്ങളെയും കൂട്ടുകാരാക്കി. കുട്ടികളെ, കഥയിലെ മുയലിനെ പോലെ നമുക്കും മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. ജീവിതത്തിൽ എന്നെങ്കിലും ഇതെല്ലാം ഉപകാരപ്പെടും.
തീർച്ച. അപ്പോ ഇന്ന് തന്നെ തുടങ്ങുകയല്ലേ? അതെ മുത്തശ്ശി, ഞങ്ങൾ ഇന്നു മുതൽ തന്നെ തുടങ്ങും. എല്ലാം പഠിക്കും, കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. മിടുക്കി. ലല്ലലം പാടി ചെറുമഴത്തുള്ളികളോടി തോടും പുഴയായി കടലും മയിൽ കൂടി പൂതി തീരാ തല തല്ലി നീ തിരമാല ചാർത്തി കരയോടു നീ. ലല്ലലം പാടി ചെറുമഴത്തുള്ളികളോടി തോടും പുഴയായി കടലും മയിൽ കൂടി. മുത്തും പവിഴം ഉള്ളിലൊളിപ്പിച്ചു പലവിധ മത്സ്യം നിന്നുള്ളിൽ. തോണിയും കപ്പലും യാനങ്ങളേറെയും നീന്തിടുന്നു നിന്മാറിൽ. ഏഴുകടലും താണ്ടി വരുന്നൊരു പൂങ്കാറ്റേ, കടലമ്മയുടെ കൊട്ടാരത്തിൽ നീ പോയോ. ഏഴുകടലും താണ്ടി വരുന്നൊരു പൂങ്കാറ്റേ, കടലമ്മയുടെ കൊട്ടാരത്തിൽ നീ പോയോ. ലല്ലലം പാടി ചെറുമഴത്തുള്ളികളോടി തോടും പുഴയായി കടലും മയിൽ കൂടി പൂതി തീരാ തല തല്ലി നീ തിരമാല ചാർത്തി കരയോടു നീ. ലല്ലലം പാടി ചെറുമഴത്തുള്ളികളോടി തോടും പുഴയായി കടലും മയിൽ കൂടി. തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞിത്തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞിക്കയ്യിൽ വായോ തത്തമ്മേ. തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞിത്തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞിക്കയ്യിൽ വായോ തത്തമ്മേ. കണ്ണിയില കൺമഷിയിട്ടത് ആരാ തത്തമ്മേ, എന്നാഴ കയ്യിൽ പാറി വായോ തത്തമ്മേ. എന്നോട് ഇഷ്ടം കൂടാൻ പോനാട്ടെ, പഞ്ചാര ചുണ്ടിൽ തേൻ തന്നാട്ടെ. തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞിത്തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞിക്കയ്യിൽ വായോ തത്തമ്മേ.
പഞ്ചാര കുന്നിൽ കൂടും തത്തമ്മേ, കുന്നിൽ പാടം കൊയ്യാൻ പോരാമോ? പഞ്ചാര കുന്നിൽ കൂടും തത്തമ്മേ, കുന്നിൽ പാടം കൊയ്യാൻ പോരാമോ? കയ്യിൽ വായോ തത്തമ്മേ, കരുനീല കൺമഷിട്ടത് ആരാ തത്തമ്മേ? കയ്യിൽ പാറി വായോ തത്തമ്മേ, എന്നോട് ഇഷ്ടം കൂടാൻ പോന്നാട്ടെ, പഞ്ചാര ചുണ്ടിൽ തേൻ തന്നാട്ടെ. തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞി തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞിക്കയ്യിൽ വായോ തത്തമ്മേ. അല്ല, ഇതാരൊക്കെയാ? എന്താ പരിപാടി? അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ നമുക്കിന്ന് പട്ടം പറത്തിക്കാൻ പോകണമെന്ന്? വേഗം വാ, ഞങ്ങളെല്ലാം റെഡിയായി. നിങ്ങളൊക്കെ പട്ടം വാങ്ങിയോ? ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഡാഡി ഇതുവരെ വന്നിട്ടില്ല. ആണോ? എന്നാ വേഗം വിളിച്ച് പറഞ്ഞോ. ഞങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവിടെ കുറച്ച് പട്ടം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് തീർന്നു പോകണ്ട, വേഗം പോയി വാങ്ങാൻ പറ. ശരി, എന്നാ നിങ്ങൾ വിട്ടോ, ഞാൻ പട്ടവുമായി പാർക്കിലേക്ക് വന്നോളാം. ഡാഡി, പറ മോളെ. പട്ടം വാങ്ങിയോ? ഇല്ല മോളെ, വരുമ്പോൾ വാങ്ങാം. വേഗം ഇറങ്ങൂ ഡാഡി, പട്ടം ഇപ്പൊ തീരും. ഇല്ല മോളെ, ഡാഡി ഓഫീസിലല്ലേ, പണിയുണ്ട്. വരുമ്പോൾ എന്തായാലും കൊണ്ടുവരാം. അയ്യോ, അവരെല്ലാവരും ഇപ്പൊ പട്ടം പറത്തി സന്തോഷിക്കുന്നുണ്ടാവുമായിരിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഐഡിയ. അയ്യോ മോളെ, പട്ടം തീർന്നു പോയല്ലോ. ഇനി ഒരു വീക്ക് കഴിയും. നീ ഈ വാതിലും തുറന്നിട്ട് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എവിടെ പോയതാ? ഡാഡി വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജോമി എവിടെ? റൂമിലിരുന്ന് ഒരേ കരച്ചില്ല. എത്ര ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഞാൻ വരുമ്പോൾ പട്ടം വാങ്ങി കൊടുക്കാമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. ഞാൻ ഓഫീസിൽ കുറച്ച് തിരക്കിലായി പോയി, ഇറങ്ങാൻ നേരം വൈകി. അപ്പോഴേക്കും പട്ടം കടയിൽ തീർന്നുപോയി. അതാണോ കാര്യം? അതിനെന്താ, നമുക്ക് അവൾക്ക് നല്ലൊരു പട്ടം ഉണ്ടാക്കി കൊടുക്കാലോ. ജോമി, മോളൊന്ന് പുറത്തു പോയി നോക്കിക്കേ. അമ്മ പുറത്ത് പട്ടം പറത്തി കളിക്കുന്നു. മമ്മിക്ക് എവിടെ നിന്ന് പട്ടം കിട്ടി? നിന്റെ മമ്മി തന്നെയാണ് പട്ടം ഉണ്ടാക്കിയത്. താങ്ക് യു മമ്മി. ഇതാണ് കൃഷ്ണപുരം എന്ന രാജ്യം. കൃഷ്ണപുരം സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്നു ദേവദത്തൻ. ആ രാജാവിന് ദൈവത്തിൽ വലിയ വിശ്വാസമുള്ള, എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് വേണ്ടിയാണെന്ന് എപ്പോഴും പറയുന്ന ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം, മന്ത്രി, നാളെ നമുക്ക് നേരത്തെ എഴുന്നേൽക്കണം. നമുക്ക് വേട്ടയാടാൻ പോകാനുള്ളതാണ്. പ്രഭു, കാട്ടിൽ താമസിക്കുന്ന ആളുകൾ തേനെടുക്കാൻ പോകുന്ന നമ്മുടെ പ്രജകളെ ആക്രമിക്കുന്നതായി പരാതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പടയാളികളെയും കൂട്ടിപ്പോകാം. അതല്ലേ നല്ലത്?
ഒരു ചെറിയ വേട്ടയ്ക്ക് പടയാളികളെ കൂട്ടിപ്പോകുന്നതിൽ പരം നാണക്കേട് വേറെ ഇല്ല. നമ്മൾ രണ്ടുപേരും മാത്രം മതി. ഇനി മന്ത്രിയില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകും. അങ്ങനെ പറയരുത് പ്രഭു. അവരും തങ്ങളുടെ പ്രജകൾ തന്നെ. നമ്മൾ വേട്ടയാടുന്നത് അവരെയല്ല, മൃഗങ്ങളെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. എങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ പടയാളികൾ നമുക്ക് സഹായകമാകും. എന്നാൽ രാജാവിൻ്റെ ദുരഭിമാനം അതിന് സമ്മതിച്ചില്ല. അവർ രണ്ടാളും തനിയെ പോകാൻ തീരുമാനിച്ചു. ആയുധകലകളിൽ ഏറെ താല്പര്യമുള്ള ഒരാളായിരുന്നു നമ്മുടെ രാജാവ്. അങ്ങനെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജാവിന്റെ കൈയൊന്ന് മുറിഞ്ഞു. വിശ്രമിക്കുകയായിരുന്ന രാജാവിനെ കാണാൻ നമ്മുടെ മന്ത്രി എത്തി. പ്രഭു, അങ്ങേക്കിപ്പോ എങ്ങനെയുണ്ട്? വേദന അങ്ങോട്ട് കുറയുന്നില്ലല്ലോ മന്ത്രി. സഹിക്കാൻ കഴിയുന്നില്ല. സാരമില്ല പ്രഭു, സംഭവിച്ചതെല്ലാം നല്ലതിന്. ഇത് കേട്ട രാജാവിന് കോപം ഇരട്ടിച്ചു. എന്റെ വിരൽ നഷ്ടപ്പെട്ടിട്ടും നിങ്ങൾ വീണ്ടും പറയുന്നത് എല്ലാം നല്ലതിനു വേണ്ടിയാണെന്നല്ലേ? ആരവിടെ? മന്ത്രിയെ തടവിലാക്കൂ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തന്റെ മന്ത്രി തടവിലായതിനാൽ രാജാവ് തനിയെ കാട്ടിൽ വേട്ടയാടാൻ പോയി. രാജാവ് വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഗോത്രക്കാർ രാജാവിനെ കുടുക്കുകയും അവരുടെ തലവന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ രാജാവിന്റെ കയ്യിലെ മുറിവ് കണ്ട ഗോത്രത്തലവൻ രാജാവിനെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു. വിരൽ മുറിഞ്ഞ ഒരാളെ ഈ ഗോത്രത്തിന്റെ ദേവതയ്ക്ക് വഴിപാടായി നൽകാൻ പാടില്ല. അയാളെ വിട്ടേക്കൂ. മരണത്തിൽ നിന്നും നേരിയ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട രാജാവിന് സന്തോഷമായി. വിരൽ മുറിയുന്നത് പോലും നല്ലതിനാണെന്ന് പറഞ്ഞ ജ്ഞാനിയായ മന്ത്രിയുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് രാജാവ് തന്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. മടങ്ങിയെത്തിയ അദ്ദേഹം ഉടൻ തന്നെ മന്ത്രിയെ മോചിപ്പിക്കാൻ ഉത്തരവിടുകയും രാജ്യത്തിന്റെ മന്ത്രിയായി അദ്ദേഹത്തെ തിരികെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്റെ ജീവൻ രക്ഷപ്പെട്ടത് നമ്മുടെ നല്ലതിനു വേണ്ടിയാണെന്ന് ഞാനിപ്പോ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കാര്യമോ? നിങ്ങളെ തടവിലാക്കി. അതും നിങ്ങൾക്ക് നല്ലതാണെന്ന് എങ്ങനെ വിശദീകരിക്കാനാവും? നിങ്ങൾ എന്നെ തടവിലാക്കിയതിനാൽ നിങ്ങളുടെ വേട്ടയാടൽ യാത്രയിൽ എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഗോത്രക്കാർ എന്നെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകുമായിരുന്നു. തീർച്ചയായും എന്നെ അവർ ബലി നൽകുമായിരുന്നു. കാരണം അങ്ങയുടെ പോലെ എന്റെ വിരലുകൾ മുറിഞ്ഞിട്ടില്ലായിരുന്നു. മന്ത്രിയുടെ മറുപടിയിൽ രാജാവ് സന്തുഷ്ടനായി. അന്നു മുതൽ തന്റെ പ്രജകൾക്കായി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലായ്പ്പോഴും ബുദ്ധിമാനായ മന്ത്രിയുമായി ആലോചിച്ചു. കൃഷ്ണപുരം രാജ്യത്തെ രാജാവിന്റെ മകനായ രാജകുമാരനും മന്ത്രിയുടെ മകനായ മന്ത്രികുമാരനും കൂടി പൂന്തോട്ടത്തിൽ കളിച്ചു രസിച്ചും പല കഥകൾ പറഞ്ഞും കുതിരസവാരി നടത്തിയും അമ്പും വില്ലും തൊടുത്തു വിട്ടു കളിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്നാണ് രാജകുമാരന് ഒരാശ തോന്നിയത്. മന്ത്രികുമാര, നമുക്കിവിടം കളിച്ചു മടുത്തു. നമുക്കൊന്ന് കാട് ചുറ്റാൻ പോയാലോ? കാട് ചുറ്റാനോ? അയ്യോ, ഞാനില്ല, എനിക്ക് പേടിയാ. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ കുതിരകളുമായല്ലേ പോകുന്നത്. കൊട്ടാരത്തിലെ കുതിരകൾ നമ്മളെ കൊട്ടാരത്തിൽ തന്നെ തിരിച്ചെത്തിക്കുകയും ചെയ്യും. നമുക്ക് കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് കാട് മുഴുവൻ ചുറ്റിക്കാണുകയും ചെയ്യാം. എന്നാലും ഒരെന്നാലുമില്ല. വാ, നമുക്ക് നമ്മുടെ അച്ഛന്മാരോട് സമ്മതം ചോദിക്കാം. അവർ രണ്ടുപേരും രാജസന്നിധിയിലെത്തി. രാജകുമാരൻ രാജാവിനെ വണങ്ങി.
എന്താ മകനെ? പിതാവേ, എനിക്കും മന്ത്രികുമാരനും ഒരു ആശ. ആഹാ, ആശയോ? എന്താണ് ആ ആശ? പറയൂ, നാം കേൾക്കട്ടെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വനത്തിൽ പോയി അവിടെയുള്ള കാഴ്ചകൾ കാണാൻ ആഗ്രഹമുണ്ട് പ്രഭു. അങ്ങ് സമ്മതിച്ചാലും. ആരെവിടെ? പറഞ്ഞാലും പ്രഭു. നമ്മുടെ മന്ത്രിയെ നാം കാണാൻ ആഗ്രഹിക്കുന്നു. അറിയിച്ചാലും. ഉത്തരവ്. ഭടന്മാർ അറിയിച്ചത് പ്രകാരം മന്ത്രി വന്നു. മന്ത്രി രാജാവിനെ വണങ്ങി. എന്താണാവോ അങ്ങൊന്ന് എന്നെ വിളിപ്പിച്ചത്? മന്ത്രി, നമ്മുടെ കുമാരന്മാർക്ക് കാട്ടിൽ പോകാൻ ആഗ്രഹം. എന്താണ് മന്ത്രിയുടെ അഭിപ്രായം? പ്രഭു, കഴിഞ്ഞ തവണ തന്നെ അങ്ങ് കാട്ടുവാസികളുടെ കയ്യിൽ നിന്ന് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. പോരാത്തതിന് വലിയ ജന്തുക്കളും വൻ നദികളും വിഷപ്പാമ്പുകളും ഉള്ളതല്ലേ. അവ നമ്മുടെ മക്കളെ ആക്രമിക്കില്ലേ പ്രഭു? ഒരു നിമിഷം രാജാവ് ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് കുമാരന്മാരോടായി പറഞ്ഞു, മന്ത്രി പറഞ്ഞതാണ് ശരി. നമുക്ക് പിന്നീട് ഒരിക്കൽ പോകാം. എന്താ? നിരാശരായി കുമാരന്മാർ രാജസന്നിധിയിൽ നിന്നും പുറത്തു കടന്നു. 2 ദിവസങ്ങൾ കഴിഞ്ഞ് അവർ ചില തീരുമാനങ്ങൾ എടുത്തു. ഒരു ദിവസം 2 പേരും ആരും അറിയാതെ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞ് രാജസന്നിധിയിൽ ഒരു ഭടൻ ചെന്ന് പറഞ്ഞു, പ്രഭു, കുമാരന്മാരെ കാണുന്നില്ല. എന്ത്? കുമാരന്മാരെ കാണുന്നില്ലെന്നോ? ഉദ്യാനത്തിലും തോട്ടത്തിലും നോക്കിയോ? എല്ലായിടത്തും അന്വേഷിച്ചു. അവിടെയൊന്നും കുമാരന്മാരെ കാണുന്നില്ല. രാജാവും മന്ത്രിയും മുഖത്തോട് മുഖം നോക്കി. 2 പേരും എന്തോ സംസാരിച്ചു. ഉടനെ രാജാവ് പറഞ്ഞു, ആരെവിടെ? കൽപ്പിച്ചാലും. നമ്മുടെ കുമാരന്മാർ വനത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. അവരെ പിന്തുടരുക. എവിടെ കണ്ടെത്തിയാലും ആ പ്രയാണത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക. ഉത്തരവ്. ഈ സമയം കുമാരന്മാർ പല ഉല്ലാസ കാഴ്ചകളും കണ്ട് യാത്ര തുടരുകയാണ്. 2 ആളുടെ വശങ്ങളിലും അവരവരുടെ ഭാണ്ഡങ്ങളുണ്ട്. പോകുന്ന വഴിക്ക് കുതിരപ്പുറത്തിരുന്നു കൊണ്ട് പഴങ്ങൾ പറിച്ചു തിന്നും കാഴ്ചകൾ കണ്ടും യാത്ര തുടർന്നു. നമ്മുടെ ഈ യാത്ര നമ്മുടെ പിതാക്കൾ അറിയാതെയാണ് രാജകുമാര. ദൈവകോപം ഉണ്ടാകും. നമുക്ക് ചുറ്റും കാടാണ്. സമയം ഏറെ ഇരുട്ടി തുടങ്ങി. നമുക്ക് മടങ്ങിയാലോ? അത് കഴിയില്ല. നമുക്ക് മടങ്ങാൻ തീരെ കഴിയാത്തത്ര ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, നാം ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. നമുക്ക് ആ കാണുന്ന അരുവിയിൽ നിന്ന് കയ്യും മുഖവും എല്ലാം കഴുകി വിശ്രമിക്കാം. എന്നിട്ട് വെളുപ്പിന് മടങ്ങാം. അവർ കുതിരകളെ പാറയോടടുത്തുള്ള മരത്തിൽ ബന്ധിച്ചു. തൊട്ടടുത്തുള്ള അരുവിയിൽ നിന്നും അംഗശുദ്ധി വരുത്തി. കയ്യിലുള്ള ഭാണ്ഡവുമായി പാറയുടെ മുകളിൽ കയറി. ഭാണ്ഡം അഴിച്ച് ഭക്ഷണം കഴിച്ചു. ആകാശത്തേക്ക് നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും നോക്കി രാജകുമാരൻ ചോദിച്ചു, ഇപ്പോൾ നേരം എന്തായിട്ടുണ്ടാകും? പാതിരയോടടുത്തായി. പൂർണ്ണചന്ദ്രനെ മേലെ കണ്ടില്ലേ രാജകുമാര? നമുക്ക് കൊട്ടാരം വിട്ട് വരേണ്ടിയിരുന്നില്ല അല്ലേ? അച്ഛനും അമ്മയും നമ്മളെ കാണാഞ്ഞിട്ട് സങ്കടപ്പെടുന്നുണ്ടാവും. മന്ത്രികുമാരൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തിക്കിടന്നു. അങ്ങനെ അരുവിയിലെ കളകള ശബ്ദവും ചില ജീവികളുടെ നേരിയ ശബ്ദവും കേട്ട് അവ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്നാണ് അരുവിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ഇത് കേട്ട മന്ത്രികുമാരൻ ഉണർന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ അതാ അവിടെ ഒരു സിംഹം അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുന്നു. ഇത് കണ്ട മന്ത്രികുമാരൻ രാജകുമാരനെ രക്ഷിക്കണം എന്ന് കരുതി രാജകുമാരനെ ഒച്ചയുണ്ടാക്കാതെ തട്ടി വിളിച്ചു. കുമാരൻ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും പറയണ്ട. നമ്മൾ ഒരു ആപത്തിൽ പെട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുക. ആ കാണുന്ന മരത്തിന് മുകളിൽ ശബ്ദമുണ്ടാക്കാതെ കയറിയിരിക്കുക. വേഗം ചെല്ലു. രാജകുമാരന് മന്ത്രികുമാരനെ വിശ്വാസമായിരുന്നു. രാജകുമാരൻ മന്ത്രികുമാരൻ പറഞ്ഞതുപോലെ ശബ്ദമുണ്ടാക്കാതെ മരത്തിന്റെ മുകളിൽ പോയി കയറിയിരുന്നു. മന്ത്രികുമാരൻ അവിടെ ആ പാറപ്പുറത്ത് ചത്തതുപോലെ മലർന്നു കിടന്നു. അവന്റെ അടുക്കലെത്തിയ സിംഹം അവനെ മണപ്പിച്ചു നോക്കി. ശ്വാസം പോലും ഇടാതെ അനങ്ങാതെ കിടന്ന മന്ത്രികുമാരൻ ചത്തെന്ന് കരുതി സിംഹം മടങ്ങിപ്പോയി. ആ കാട്ടിലെ മൃഗങ്ങൾ ശവം ഭക്ഷിക്കാറില്ലത്രേ. സിംഹം പോയെന്ന് ഉറപ്പായപ്പോൾ മരത്തിൽ നിന്ന് ഇറങ്ങിയ രാജകുമാരൻ അത്ഭുതത്തോടെ ചോദിച്ചു, മന്ത്രികുമാര, നിനക്ക് എവിടെ നിന്നും ഇത്രയും ധൈര്യം കിട്ടി? നന്ദിയുണ്ട് കൂട്ടുകാരാ, നീ എന്റെ ജീവൻ രക്ഷിച്ചു.
പെട്ടെന്ന് കുളമ്പടി ശബ്ദം കേട്ടു. കുമാരന്മാരെ കണ്ടതിൽ ഭടന്മാർക്ക് സന്തോഷമായി. അവരെയും കൊണ്ട് കൊട്ടാരത്തെ ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നു. എല്ലാവരും കൊട്ടാരത്തിലെത്തി. നടന്ന സംഭവങ്ങളെല്ലാം രാജകുമാരൻ രാജാവിനോട് പറഞ്ഞു. രാജാവും മന്ത്രിയും കുമാരന്റെ ധീരതയെ പ്രശംസിക്കുകയും മന്ത്രി കുമാരന് വേണ്ട സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. അങ്ങനെ അന്നു മുതൽ മന്ത്രികുമാരനെ രാജകുമാരന്റെ അംഗരക്ഷകനായി രാജാവ് നിയമിച്ചു.